ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നില്ലേ എന്താണ് ഈ മുടിയുടെ രഹസ്യം, നല്ല മുടി എന്നെല്ലാം. അപ്പം ആ ഒരു ഇതും കൊണ്ടാണ് ഞാൻ വന്നത്. നമുക്ക് മുടിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ തയ്യാറാക്കലുണ്ട്, മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി പരിചയപ്പെടുത്തുന്നു. എൻ്റെ മുടിയുടെ രഹസ്യം ഇതാണ്. അതിൻ്റെ ഓരോ പേരും ഞാൻ പറയാവേ. ഉണങ്ങിപ്പോയോണ്ട് നമ്മൾ എന്താ പറയുക, വെയിലത്ത് ഇടാതെ തണലിട്ടിട്ട് ഉണക്കിയ സംഭവമാണിത്. ഇതെന്താ അറിയോ, കേശവർദ്ധിനി നമ്മളെ നാട്ടിൽ സുലഭമാണ്, നല്ലോണം കിട്ടും. അത് കിട്ടുന്നവർക്ക് ഉപയോഗിക്കാം, കിട്ടാത്തവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കേശവർദ്ധിനി കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ചെമ്പരത്തിപ്പൂവ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് കുറച്ച്. ഞാൻ ഇതെല്ലാം നമ്മൾ തണലത്തിട്ട് ഉണക്കിയെടുക്കുന്നതാണ്, വെയിലത്തു നിന്നല്ല, തണലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ചെമ്പരത്തിപ്പൂവ്. പിന്നെന്താ, കുറച്ച് ചെക്കിപ്പൂവ്. ഇതാ കുറച്ച് ചെക്കിപ്പൂവ്, കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ മാത്രം എടുക്കുന്നത്. പിന്നെന്താ, കൈതോന്നിൻ്റെ ഇല കുറച്ചെടുക്കാം. പിന്നെന്താ, നമ്മളെ പിന്നെന്താ ആരോഗ്യത്തിനും എല്ലാത്തിനും ആണ് ഈ നെല്ലിക്ക. തലയിൽ നമ്മളെ ഒരു എന്താ പറയുക, ബ്ലാക്ക് ബാധിക്കാണ്. ബ്ലാക്ക് ഇല്ലവർ, എനിക്കൊന്നും പറ്റില്ല. കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അകാല നരാന്ന് പറയുന്നില്ലേ, അതിനു വേണ്ടിയിട്ട് വളരെ വളരെ ഫലപ്രദമാണ് നമുക്ക് നെല്ലിക്ക കൊണ്ട്. നെല്ലിക്ക ഇത് അരച്ച് ഇതിലിട്ട് പിന്നെ എണ്ണ ഉണ്ടാക്കി തലയിൽ മുടിയിൽ പുരട്ടി കഴിഞ്ഞാൽ ബ്ലാക്ക് അടിക്കും, നന്നായിട്ട് ബ്ലാക്ക് അടിക്കും. കുറച്ച് പ്രായമുള്ളവർക്കൊന്നും ഇത് പറ്റൂല. അപ്പോൾ നെല്ലിക്ക. പിന്നെന്താ, ഇത് കറിവേപ്പില. ഇതുപോലെ നമ്മൾ തണലത്തിട്ട് ഉണക്കിയ കറിവേപ്പില, അത് കുറച്ച്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഇല എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇതിൽ എന്താ, അലോവേര ഞാൻ ചേർക്കുന്നില്ല. അലോവേര എല്ലാവർക്കും ചേർക്കാം, പക്ഷെ എനിക്ക് കഫക്കെട്ട് കൂടുതലായതുകൊണ്ട് ഞാൻ അലോവേര ഇപ്പോൾ ചേർക്കുന്നില്ല. അലോവേരയും ചേർക്കാം. പിന്നെ പറഞ്ഞില്ലേ, ഇത് നമ്മളെന്താ മൈലാഞ്ചി ഇല. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഇടുകയാണ്. എല്ലാം കൂടി ഒന്നിച്ചിട്ട് പിന്നെ ഇത് മനസ്സിലായോ, ഇതും അതുപോലെ തന്നെ നമ്മളെ മുടിയുടെ ആരോഗ്യത്തിനും, ഇങ്ങനെ കാണിക്കണോ അല്ല ഇങ്ങനെ കാണിക്കണോ അറിയില്ല, മുടിയിലെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. തലയോട്ടിക്ക് എന്താ താരനും മറ്റേ എല്ലാ കാര്യവും, താരനെല്ലാം വേഗം മാറിക്കിട്ടും. ഇതിൻ്റെ എണ്ണ ഓയിൽ തേച്ചാൽ മുടിയിലെ താരൻ ആരോഗ്യം ചെറുപ്പം നിലനിർക്കുന്ന പറയുന്നത്. അപ്പം എന്നോട് ചോദിക്കും നിങ്ങൾക്കതാണോന്ന്. മുടിക്ക് നല്ല അകാല നിരക്ക് നല്ലതാണിത്. കരിഞ്ജീരകം പറഞ്ഞില്ല, അല്ല ഞാൻ പറയാൻ കൊണ്ടിരുന്നല്ലേ. പിന്നെ അപ്പോൾ എന്താ പറയുക, ഇത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഒരു പിടി ചേർക്കാം, വളരെ നല്ലതാണ് കരിഞ്ജീരകത്തിന്, മുടി വളരാനും എല്ലാത്തിനും. അപ്പോൾ ഇതെല്ലാം നമുക്കിതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ, നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കൂട്ടിയാലോ. ഇത് ചെറിയ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ചെറുതില്ല, എൻ്റെ അടുത്ത് വലുതേ ഉള്ളൂ. അത് കാരണം ഞാൻ ഇത് വെച്ചതാണ് കേട്ടോ. ഞാനെന്താ ഇരുമ്പ് തന്നെ എടുത്തു കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഏറ്റവും ഫസ്റ്റ്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ നമ്മളെ ചട്ടി ഏതാണ്ട് ചൂടായി. ഇതിന് നമുക്ക് ഈ ചൂട് ചട്ടിയിലേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇതിനൊന്ന് ചൂടാക്കാം.
നമുക്ക് ഇത് എന്താ തണലത്ത് ഉണക്കി വെച്ചതുകൊണ്ട് ചെറിയൊരു ചൂടി കൊടുക്കാം നമുക്ക്. നമുക്ക് ഇത്ര പോരെ പൊടിക്കില്ലേ, ഇത്ര പോരെ പൊടിക്ക് ഒരു 1/2 ലിറ്റർ എണ്ണ ഉപയോഗിക്കതാ. ഇത് കാണിക്കട്ടെ, ഈ പൊടി ഇത്ര പോരെ പൊടിക്ക് ഒരു 1/2 ലിറ്റർ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. 1/2 ലിറ്റർ എണ്ണക്ക് നല്ല പൊടി ആയി. 1/2 ലിറ്റർ എണ്ണയുടെ പൊടിയായി നമുക്ക് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് എണ്ണ കൂടെ പറയണം. എന്തായാലും അവർക്ക് എന്താണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാല് അവർക്ക് മനസ്സിലാവല്ലോ. പോട്ടായിരുന്നു രാവിലെ തന്നെ. അല്ല വെളിച്ചെണ്ണയാണോ പാമോയിൽ എന്തായാലും ഒഴിക്കൂലല്ലോ. നമ്മളെ വെള്ളം കൊണ്ട് നീ എണ്ണ ആക്കിയതാണോ? ഇത് നമ്മളെ എന്താ മില്ലിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയാലും കുറച്ചും കൂടി ഉത്തമം കേട്ടാ. ഇത് മാവേലിന്ന് മനസ്സിലായി. ഇത് ഉത്തമൻ തന്നെ. ഇതും ഉത്തമൻ തന്നെ. അതിനിടയ്ക്കൊരു പാട്ട് പാടുന്നു രാവിലെ തന്നെ. അത് ഇളക്കിക്കൊണ്ടൊരു പാട്ട് പാടും. കിഴക്ക് തൂക്കിയ ചന്തങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്തെ മുറിക്കുന്നയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. കിഴക്ക് തൂക്കിയ ചന്തങ്ങിൽ കരിക്ക് പൊന്തിയ നേരത്തെ മുറിക്കുന്നയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. അപ്പൊ ഇത് നന്നായിട്ട് നമുക്ക് വെട്ടിത്തിളക്കും. പതയെല്ലാം പോവണം കേട്ടോ. തിളച്ച് ഈ പതയെല്ലാം മാറി കിട്ടണം. ഇതാ ഇതിപ്പോ പതയില്ല, ഇപ്പൊ തിളച്ച് പത ആണ് വരുന്നത്. ഇപ്പൊ പത എല്ലാം തിളച്ച് പോയതിൻ്റെ ശേഷം നോർമലായിട്ടാകുമ്പോൾ നമുക്ക് ചട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ എനിക്ക് ഒന്നും കൂടി നിങ്ങളോട് പറയാൻ മറന്ന് വിട്ടുപോയി. എന്താ പറയുക, കറിവേപ്പിലയും കരിഞ്ജീരകം തന്നെ എണ്ണ വെച്ച വളരെ സൂപ്പർ എണ്ണയാണ്. തലമുടിക്ക് താരന് അതെല്ലാം നല്ലതാണ്. എനിക്ക് ഒരുപാട് താരനെല്ലാം ഉണ്ടായിരുന്നു മുമ്പേ. ആദ്യം തന്നെ എൻ്റെ മുടി മുഴുവനും പോവുകയാണ്. ഇങ്ങനെ മറ്റേ ബോറ് വെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരുപാട് മുടി ഉണ്ടായത് എനിക്ക്. അതെല്ലാം പോയതിന് ശേഷമാണ് എനിക്ക് വീണ്ടും ഈ മുടി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഞാൻ ചാണയായിപ്പോവും. അപ്പം ഞാനിത് ഞങ്ങൾ ചെറുപ്പത്തിലേ ഉണ്ടാക്കുന്ന എണ്ണയാണ്, ചെറുപ്പത്തിലേ ഉപയോഗിക്കുന്ന എണ്ണയാണിത്. അപ്പോൾ നമ്മളെ നാട്ടിൽ നന്നായിട്ട് കേശവർദ്ധിനി കിട്ടും, അപ്പോഴേ ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. ഇതിൻ്റെ ഒപ്പം എന്തായാലും അലോവേര ചേർത്താൽ നല്ലതാണ്, ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതന്നെ നല്ലൊരു എണ്ണ. നെല്ലിക്ക, പിന്നെ കേശവർദ്ധിനി, അതുപോലെ കാട്ടു ചെക്കിയാണ് കേട്ടോ. കാട്ടു ചെക്കിയാണ് ഏറ്റവും നല്ലത്. കാട്ടു ചെക്കി മരുന്നിനെല്ലാം ഉപയോഗിക്കും. പണ്ടത്തെ കാലത്ത് മരുന്നിന് നന്നായിട്ട് ഉപയോഗിക്കും. ഇല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ എന്താക്കാറോ, ഒന്നും കൂടി ഞാൻ ഇതിൽ ചേർക്കലുണ്ട്. ഇപ്പം അത് ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത്. അത് പേര് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അയ്യോ ദേവി, പേര് കയ്യിൽ നിന്ന് പോയി. ഇല്ല ഞാൻ പറയാം, ഇപ്പൊ തന്നെ പറയാം. കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ ചായ, നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇതാ കണ്ടോ, ഇതും അതിന്റെ ഇടയിൽ തയ്യാറായി. കൽത്തപ്പം, ഇതാണ് നമ്മളെ കൽത്തപ്പം. അപ്പോ അല്ല ചില നമുക്ക് ഈ ചട്ടിയിൽ തന്നെ ഒരു ദിവസം ഈ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അരിച്ച് ഒരു കുപ്പിയിലേക്ക്, അത് ഞാൻ പിന്നെ കാണിക്കാം, അരിച്ച് എടുത്തിട്ട് കേട്ടോ. ഇപ്പോൾ കണ്ട എല്ലാം തിളച്ചെല്ലാം ശരിയായി. അപ്പോൾ നമുക്കിതിനെ മാറ്റി വെക്കാൻ വാങ്ങിയിട്ട്. ഓക്കെ, വലിയ പണിയൊന്നുമില്ല കേട്ടോ. വീട്ടിൽ പിന്നെ ഒരു അരമണിക്കൂർ സമയം നമുക്ക് ഇതിനായിട്ടൊരു മാറ്റി വെച്ചാൽ മതി. ചായ തളിച്ചു. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക്
ഇപ്പൊ ഏകദേശം അതിന്റെ റെഡി ആയിട്ടുണ്ട്, എണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ചൂടായതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അരിച്ചെടുത്ത് പിന്നെ കാണിക്കാൻ പറ്റൂലല്ലോ. അപ്പം അരിച്ചെടുത്ത് ഞാൻ കാണിക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ എണ്ണ നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റാൻ വേണ്ടി അരിച്ചെടുക്കൂലോ, ആ എണ്ണ മാറ്റി ഒഴിച്ചിട്ട് അതിന്റെ കൊതുമ്പലുണ്ടല്ലോ, നമ്മളിത് ബാക്കിയിൽ അരിച്ചെടുത്ത സംഭവം, അതും നമുക്ക് തലയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അണ്ണ കാണിക്കുന്നു ബ്ലാക്ക് ആണെന്ന്. അത് കോരിട്ട് സ്പൂണിൽ ഇങ്ങോട്ട് കാണിച്ച് ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ട വെളിച്ചത്തേക്ക് കൊണ്ട. ഇതാ കണ്ടോ എണ്ണയുടെ നിറം കണ്ടോ, നല്ല പച്ച 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 കളർ, പച്ച 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 പച്ച. അപ്പൊ ഇതാണ് കളർ, ഇതാണ് കളർ. ഇത് കുപ്പിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ ഓക്കെ. അപ്പൊ എല്ലാരോടും വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കി തരാതെ ആർക്കെങ്കിലും അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരും കേട്ടോ. എണ്ണ മേടിച്ചാൽ മതി. എനിക്ക് വലിയ ഇതൊന്നും വേണ്ട. ഞാൻ പിന്നെ ആയിരിക്കാം വേണ്ടുന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും ആക്കിയിട്ട് എനിക്ക് ഒരുപാട് പൈസ ഒന്നും തരണ്ട, പക്ഷെ എണ്ണയുടെ പൈസ മാത്രം എനിക്ക് തന്നാൽ മതി, വേറെ ഒന്നും തരണ്ട. ബാക്കിയൊക്കെ ഞാൻ കൈ കൊണ്ട് പറിച്ചെടുക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരുന്നത്. ഒരിക്കലും മാറൂല. നര അല്ല, അകാല നര കുഞ്ഞായിട്ട് ഇരിക്കുന്നില്ലേ അവർക്ക് മാറും കേട്ടോ. കുഞ്ഞായിട്ട് ഇരിക്കുന്നതിൽ അലോവേര നന്നായിട്ട് ചേർത്തിട്ട് അലോവേര കൊണ്ട് തന്നെ മുടി കഴിയാലും, ഈ കേശവർദ്ധിനി ഇത് അതിൻ്റെ നീരെടുത്ത് മുടി കഴിയാലും അകാല നര മാറിക്കിട്ടും. അതായത് കുഞ്ഞ് നാളിലേ വരുന്നില്ലേ, കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മൾ ഒരുപാട് ഉള്ളിൽ നരച്ചിട്ട് കാണുന്നില്ലേ 25 വയസ്സുള്ള കുട്ടികൾക്ക്, അവർക്കെല്ലാം പുരട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നര മാറും. അത് ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ്. പക്ഷെ ഇച്ചിരി പ്രായമില്ലവർക്ക്, ഇപ്പം എന്നെ പോലത്തെ ഉള്ളവർക്കൊന്നും പെട്ടെന്നൊന്നും നരക്കൂല, അല്ല നര മാറൂല. അതാണ് നല്ല ചായ അത് പറ. ചായ പഠിക്കുവാനോണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ചായ എടുത്തതാ. ഇല്ലെങ്കിൽ അപ്പൊ എന്താ പറയാ, 25 വയസ്സില്ല, ഞാൻ പറഞ്ഞില്ലേ 25 വയസ്സുള്ള കുട്ടികളെല്ലാം ഇത് ഉണ്ടാക്കി തലയിൽ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും സൂപ്പറായിട്ട് നര മാറും. എന്നെ പോലെ ഉള്ളവർക്കൊന്നും അങ്ങനെ മാറൂല കേട്ടോ, അത് ഗ്യാരണ്ടി. ഞാനൊന്നും ചെറുപ്പത്തിൽ നമുക്ക് അതിനൊന്നും സമയം, അത് വയസ്സായിട്ട് വരുന്നതല്ലേ, അത് ഇത് നമുക്കെല്ലാം വയസ്സായി വരുന്നത് അതൊന്നല്ല, എൻ്റെ കുഞ്ഞുനാളെ നനച്ചത്. അപ്പൊ ആ സമയത്ത് എനിക്കൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും നമ്മളെ ജീവിത പ്രശ്നമായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള കുട്ടികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വേറൊന്നും ഉപയോഗിക്കാതെ ഈ നാച്ചുറലായിട്ടുള്ള ഈ ആയുർവേദ കൂട്ടോട് പിന്നെ എണ്ണ ഉണ്ടാക്കിയിട്ട് തലയിൽ പുരട്ടിയാൽ മുടി വളരെയും ചെയ്യും. നല്ല മുടി കണ്ടോ, എൻ്റെ മുടി കണ്ടോ നല്ല കച്ച പോലെ ഇരിക്കും എൻ്റെ മുടി, സൂപ്പറാണ് കേട്ടോ. കണ്ടില്ല ഇത് മുടി ഉണ്ടോ ഇപ്പൊ ഓക്കെ. അപ്പൊ ഓക്കെ പറഞ്ഞ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി തരും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.